നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും അത് ഫ്രഷ്ലി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്കിപ്പം ഡേ ടു ഡേ ലൈഫിൽ ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ഫുഡ് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിലൊരു ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. കാരണം എന്ന് വെച്ചാല് ഒരു ഫുഡിനൊരു ജീവനുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ സ്റ്റോർ ചെയ്ത് മൈക്രോവേവിൽ വെച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനൊരു ജീവനില്ല. ഒരു സോൾ ഇല്ലാത്തൊരു ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം തന്നെ കഴിക്കുന്ന രീതിയിൽ ചൂടോടെയൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ ഏത് രീതിയിൽ ഫുഡ് കഴിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് അരവയറ് മാത്രമേ അന്നാഹാരം അരവയറ് മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ കാൽ ഭാഗം നമ്മൾ വെള്ളം സോളിഡ് ഫുഡാണ് ലിക്വിഡ് ഫുഡാണ് കഴിക്കേണ്ടത്. അരഭാഗം നമ്മൾ സോളിഡ് ഫുഡ് ഖരപദാർത്ഥങ്ങൾ നമ്മൾ ചോറ് അന്നാഹാരങ്ങളെല്ലാം. അതുപോലെ കാൽ ഭാഗം നമ്മൾ വെള്ളമാണ് കഴിക്കേണ്ടത്. ബാക്കി ഒരു കാൽ ഭാഗം നമ്മൾ ഒഴിച്ചിടണം. അത് നമ്മൾ വായു സഞ്ചാരത്തിന് വേണ്ടി ഒഴിച്ചിടണം. എത്ര നല്ല ഫുഡ് കിട്ടിയാലും എത്ര ക്വാണ്ടിറ്റി ഫുഡ് കിട്ടിയാലും നമ്മളെ കപ്പാസിറ്റിയുടെ പകുതി മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. നമ്മുടെ ലോങ് ലൈഫിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ഭക്ഷണം കിട്ടിയാലും അരവയറ് മാത്രമേ നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. കാൽഭാഗം വെള്ളമായിരിക്കണം. ബാക്കി കാൽഭാഗം നമ്മൾ വായു എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചിടുകയാണ് വേണ്ടത്. ഇത് സ്ഥിരമായി പാലിക്കേണ്ടതാണ്. എന്ത് ഫുഡ് കിട്ടിയാലും നമ്മൾ ആ ഒരു കൺട്രോളിങ് പവർ നമുക്ക് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ദീർഘകാലം കൂടുതൽ കാലം ഫുഡ് കഴിച്ച് അല്ലെ നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി പഥ്യാഹാരം എന്താണെന്ന് പറയാം. പഥ്യാഹാരം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഏതൊക്കെയാണ് മെയിൻലി വരുന്നത് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ വരുന്നുണ്ട്. ഗോതമ്പ്, ചോറ്, യവം, അതുപോലെ പാല്, നെയ്യ്, പിന്നെ ഞങ്ങൾ വെല്ലം എന്നൊക്കെ പറയും, കൽക്കണ്ടം, പിന്നെ തേന്, ഇഞ്ചി, പടവലം, അതുപോലെ ഈ പയറുകളിൽ ചെറുപയർ വരുന്നുണ്ട്, ഉഴുന്നുപരിപ്പ്, അങ്ങനത്തെ പയറുകൾ വരുന്നുണ്ട്. ബാക്കി എല്ലാ പയറ് വർഗ്ഗങ്ങളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രീൻ വെജിറ്റബിൾസ്, അതുപോലെ ലീഫി വെജിറ്റബിൾസ്, അത് പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പഴം കഴിക്കുന്നത് നല്ലതാണ്. അത്തിപ്പഴം പോലത്തെ സീസണൽ ഫ്രൂട്ട്സ്, നമുക്കിപ്പം മാങ്ങയൊക്കെ കുറെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പം സീസണിൽ ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് കിട്ടുന്നത്, ചക്ക, മാങ്ങ, അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ, കൈതച്ചക്ക, അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചീരകൾ കഴിക്കുന്നത്, എല്ലാ തരം ചീരകളും, പച്ചച്ചീര, ചുവപ്പ് ചീര, അങ്ങനത്തെ ചീരകളൊക്കെ, മുരിങ്ങ കഴിക്കുന്നത്, മുരിങ്ങയുടെ ഇലയും അതുപോലെ തന്നെ മുരിങ്ങ വാള, അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രാമ്പു, ഇതൊക്കെ, അതുപോലെ എന്താണ്, ഏലം, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഹരിതകി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഹരിതകി, വിപീതകി, ആമലകി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ത്രിഫല എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പറയും. കടുക്ക, താനിക്ക എന്നൊക്കെ പറയുന്നതാണ്. അതിൽ കടുക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന, പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അത് നമ്മളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മാംസം, സപ്തധാതു എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയുർവേദത്തിലുണ്ട്. രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ര എന്ന് പറയും. ഇതൊന്നും വേണ്ട ആവശ്യമില്ല. ഈ 7 പദാർത്ഥങ്ങളുണ്ട്. ഈ 7 പദാർത്ഥങ്ങളെയും രക്തം വെക്കാനായിട്ട്, മാംസം നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട്, മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട്, ശരീരം ഒന്ന് പുഷ്ടിപ്പെടാനായിട്ടൊക്കെ ഈ പദാർത്ഥങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ്. ഇവയാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പഥ്യാഹാരങ്ങൾ. പ്രധാനമായിട്ട് ഓർക്കേണ്ടത് പയറ് വർഗ്ഗങ്ങള്, ധാന്യങ്ങള്, പച്ചക്കറികള്, ഇലക്കറികള്. പിന്നെ സുഗന്ധദ്രവ്യങ്ങള് ചെറിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പഴം ഉപയോഗിക്കാം, അതുപോലെ ഈത്തപ്പഴം ഉപയോഗിക്കാം, ജിഞ്ചർ, ഇഞ്ചി ഉപയോഗിക്കാം, ഉഴുന്ന് ഉപയോഗിക്കാം, പയറ് ധാന്യങ്ങൾ, അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കാം. വെള്ളം കുടിക്കുന്നത് നല്ലതാണ്.
അതുപോലെ തന്നെ കയപ്പക്ക നല്ലതാണ്. കക്കിരി എന്നൊക്കെ പറയും. അത്തിപ്പഴം, അതുപോലെ തന്നെ സീസണിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫുഡ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ചോറ് തന്നെ എല്ലാ ദിവസവും ഒരേ രീതിയിൽ കഴിക്കാൻ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചോറ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പയറ് മുളപ്പിച്ചൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പയറ് മുളപ്പിച്ചത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സാലഡ് ആക്കാം. പയറ് മുളപ്പിച്ചത് മാത്രം കഴിക്കാതെ അതിന്റെ കൂടെ നമുക്ക് കുക്കുംബറോ ക്യാരറ്റ് ഒക്കെ മുറിച്ചിട്ടിട്ട് അതിന്റെ കൂടെ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സാലഡ്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഒരേ തരത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇത്തരം പദാർത്ഥങ്ങൾ നമുക്ക് ഉള്ളിൽ എത്തിക്കണം. നമുക്ക് വയറ്റിൽ എത്തിക്കുകയാണ് നമ്മളെ ലക്ഷ്യം. ഇത്തരം ആണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് വേറെ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ ഇത് എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാല് പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി സാലഡ്സ് ആയിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളുമായി കലർത്തിയും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ദോശയുടെ കൂടെ തേന് കഴിക്കുന്ന ആൾക്കാർ ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളിൽ എത്തിക്കാനുള്ളത് നമുക്ക് അങ്ങനെ ഉള്ളിലെത്തിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പറ്റും. ഈ കയ്പ്പക്കയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. കയ്പ്പക്ക നമുക്ക് വേറെ ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഉപ്പേരികള് അല്ലെങ്കിൽ പല്യ എന്നൊക്കെ പറയും. അങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അത്തരത്തില് നമുക്ക് ഫുഡ് ഡിസൈൻ ചെയ്തിട്ട് കഴിക്കുക. വേറെ നമുക്ക് എന്തായാലും ഈ വസ്തുക്കളാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ളത്. ഇനി അപത്യ ആഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ്. എല്ലാത്തിലും ടേസ്റ്റ് ഓവറായിട്ട് അധികമായിട്ട് എരിവുള്ളത്, അധികമായിട്ട് കയ്പുള്ളത്, അധികമായിട്ട് പുളിപ്പുള്ളത്, അധികമായി എരിവുള്ളത്, അധികമായി ചൂടുള്ളത്, അധികമായി തണുത്തത്, അധികമായ ഓയിലുള്ളത്, ഇങ്ങനത്തെ ഒന്നും നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല. ഒരു ടേസ്റ്റും കൂടുതലായിട്ടുള്ളത് കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ കഴിക്കാണ്ടിരിക്കേണ്ടത് ഇതിൽ ചില പദാർത്ഥങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ആയുർവേദിക് ആയാലും ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ കണ്ടിന്യൂസ്ലി കഴിക്കുന്നത് നല്ലതല്ല, സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ഇതിൽ ചിലപ്പോൾ നമ്മൾ തൈര് മോരൊക്കെ സ്ഥിരം കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു സംഹിതയിൽ പറയുന്നുണ്ട്. പക്ഷെ മോരൊക്കെ സ്ഥിരമായി കഴിച്ചാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ തൈര് സ്ഥിരമായി കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ അധികം പഴുത്തിട്ടുള്ള ചക്ക കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ ക്ലാസിക്കൽ പറയുന്നുണ്ട്. പഴുത്ത ചക്ക കഴിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ദഹന പ്രശ്നങ്ങൾ ചിലരിൽ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഹിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ആൽക്കഹോളിക്ക് ദിവസവും കഴിക്കുന്നത് നല്ലതല്ല. വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിനോടും അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. സ്ഥിരമായി ആൽക്കഹോൾ കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ ഈ സ്പൈസി ആയിട്ടുള്ള തിങ്സ് നമ്മൾ ഭയങ്കരമായിട്ട് എരിവുള്ള ഒരു പദാർത്ഥങ്ങളും കഴിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിലും ഓയിലി ഫ്രൈ ചെയ്തിട്ട് കഴിക്കാതെ നമുക്ക് നേരെ ഡയറക്റ്റ് ഹീറ്റ് ചെയ്തിട്ടുള്ള പദാർത്ഥങ്ങൾ മാത്രം കഴിക്കാനായിട്ട് നോക്കുക. ഓയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു പദാർത്ഥങ്ങളും കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഇടയിൽ ഇങ്ങനെ പലഹാരങ്ങൾ കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതും നല്ലതല്ല. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ എങ്ങനെയാണ് ഒരാൾ കഴിക്കേണ്ടത്, അതുപോലെ എന്താണ് ഒരാൾ കഴിക്കേണ്ടത്, എപ്പോഴാണ് ഒരാൾ കഴിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടാനില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളത് പാരന്റിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് ഒരു അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ കുട്ടീനെ പഠിപ്പിക്കേണ്ട ഒരു ശീലമാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. ഒരുപാട് കുട്ടികൾ ഫുഡ് കഴിക്കാണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ സംഹിതയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് കഴിക്കരുത്, കുറവായിട്ട് കഴിക്കരുത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാനായിട്ട് പാടില്ല.
സംസാരിച്ച് ഒന്നാമത് തൊണ്ടയില് കുടുങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള് ഫുഡില് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കണം എന്നാണ് പറയുന്നത്. ഫുഡ് നമുക്ക് കിട്ടിയതില് നമുക്കൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഫുഡിന്റെ ഓരോ ഇത് കഴിക്കുമ്പോഴും അത് എത്രമാത്രം ടേസ്റ്റി ആണ് എന്നുള്ള രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നത് ആയിരിക്കും നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത്. ടിവി ഒക്കെ കണ്ട് കണ്ട് കഴിച്ച് ഇരുന്നാല് നമ്മൾ എന്താണ് കഴിക്കുന്നത് പോലും നമുക്കറിയില്ല. ആഹാരത്തിന് എന്താണ് രുചിയുണ്ടോന്ന് നമുക്കറിയില്ല. വീട്ടിന്നാണോ നമ്മള് കഴിക്കുന്നത്? പുറത്തുനിന്നാണോ നമ്മള് കഴിക്കുന്നത്? എന്താണ് നമ്മള് കഴിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മള് കഴിക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. മനസ്സ് കൊണ്ട് നമ്മള് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരങ്ങൾ അല്ലെങ്കിൽ ചോറൊക്കെ ഉച്ചയ്ക്ക് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രികളില് തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും. ഒന്നുകിൽ പയറുവർഗ്ഗങ്ങള് അല്ലെങ്കില് ഈ ഗോതമ്പ് അങ്ങനത്തെ പദാർത്ഥങ്ങള് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മള് അവോയ്ഡ് ചെയ്യേണ്ടതാണ് സ്നാക്കിങ്. ബേക്കറി പദാർത്ഥങ്ങൾ